GST കൃത്യമായി അടച്ചില്ലെങ്കിൽ നിങ്ങളും പ്രതിസന്ധിയിലാവും. ഓരോ മൈക്രോ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം പൊതുവിലുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് മൈക്രോ സംരംഭങ്ങൾക്ക് GST ബാധകമേ അല്ല എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഓരോ സംരംഭങ്ങൾക്കും അനുസരിച്ച് GST ബാധകമാണ്. മൈക്രോ സംരംഭങ്ങൾക്ക് എങ്ങനെയാണ് GST ബാധകമാകുന്നത്, അല്ലെങ്കിൽ മൈക്രോ സംരംഭങ്ങൾ GSTയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തേക്ക് പോവുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ത്രഷോൾഡ് ലിമിറ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്താണ് ത്രഷോൾഡ് ലിമിറ്റ്? ഓരോ ബിസിനസ് സംരംഭവും ഏത് വരുമാന പരിധിക്കകത്താണ്, സ്ലാബിനകത്താണ് നിൽക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് അവർ GST അടയ്ക്കണമോ അല്ലെങ്കിൽ GST അടയ്ക്കേണ്ടതില്ലയോ എന്ന് തീരുമാനിക്കുന്നത്. GST എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ്. GST കുറിച്ച് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. പക്ഷേ GST സ്വന്തം സംരംഭത്തിന് ബാധകമാണോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ GST അടയ്ക്കണമോ, ഞാൻ ഏത് ത്രഷോൾഡ് ലിമിറ്റിനകത്താണ് ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു പക്ഷേ ആളുകൾക്ക് സംശയമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ ഈ ബിസിനസ്സിനെ കാണേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള ബിസിനസ്സുകൾക്കാണ് GST ബാധകമാവുക. പ്രധാനമായും നമുക്ക് ആദ്യമായിട്ട് ത്രഷോൾഡ് ലിമിറ്റിനെ പറ്റി നോക്കാം. ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം, അതായത് നിങ്ങളൊരു ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ, ഒരു യൂണിറ്റ് ആണെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 20 ലക്ഷം രൂപ പെർ ഇയർ ടേൺ ഓവർ ആണ് ത്രഷോൾഡ് ലിമിറ്റ്. അതായത് ഒരു വർഷം 20 ലക്ഷം രൂപയിൽ കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന, ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ടേൺ ഓവർ ഉള്ള ഒരു യൂണിറ്റ് ആണ് നിങ്ങളുടെ മൈക്രോ സംരംഭം എങ്കിൽ, നിങ്ങളുടെ വ്യവസായ യൂണിറ്റ് എങ്കിൽ, നിങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് എങ്കിൽ, നിങ്ങളുടെ ബിസിനസ് എങ്കിൽ നിങ്ങൾ GST അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അതേ സ്ഥാനത്ത് അത് സർവീസ് ആണെങ്കിലോ, സർവീസിന്റെ ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. അതായത് നിങ്ങളിപ്പോൾ സർവീസ് ബ്യൂട്ടി പാർലർ നടത്തുന്നു, അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി നടത്തുന്നു, നിങ്ങൾ അങ്ങനെയുള്ള ഒരു ക്ലിനിക്ക് നടത്തുന്നു, അങ്ങനെയുള്ള ഒരു സർവീസാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു വർഷത്തെ ടേൺ ഓവർ 10 ലക്ഷം, നിങ്ങളുടെ ഇൻകം, നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ബിസിനസ്സിലൂടെ 10 ലക്ഷം കവിഞ്ഞാൽ, 10 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ കൊടുക്കേണ്ട, 10 ലക്ഷത്തിൽ കൂടിയാൽ നിങ്ങൾ നിർബന്ധമായും GST പേ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ബിസിനസ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഗുഡ്സ് ആണ് നിങ്ങളുടേതെങ്കിൽ 20 ലക്ഷമാണ് ത്രഷോൾഡ് ലിമിറ്റ്. 20 ലക്ഷത്തിന് മുകളിലുള്ളവർ GST അടയ്ക്കണം. ഒരു വർഷത്തേതാണ് പറയുന്നത്. അതേപോലെ അത് സർവീസ് ഏരിയ ആണെങ്കിൽ ഒരു വർഷം 10 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം ഉണ്ടാക്കുന്ന, ജനറേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ എന്ത് ചെയ്യണം? GST അടയ്ക്കണം. അല്ലാത്തവർ മൈക്രോ എന്റർപ്രണേഴ്സ് GST അടയ്ക്കേണ്ടതില്ല. മറ്റൊരു കാര്യം എന്താ? രജിസ്ട്രേഡ് എന്റർപ്രൈസസ് എന്നുള്ളതാണ്. അതായത് GST കളക്ട് ചെയ്യുന്ന ചില സംരംഭങ്ങളുണ്ട്. നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് GST കളക്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? GST കൊടുക്കണം. GST കളക്ട് ചെയ്യുന്ന സംരംഭങ്ങളാണെങ്കിൽ നമ്മൾ GST കൊടുക്കണം. അതെങ്ങനെയാണ് GST കളക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ GST കസ്റ്റമേഴ്സുമായി ഒരു സംരംഭം, നമ്മൾ ഇപ്പോൾ GST രജിസ്റ്റേർഡ് ചെയ്തു, GST രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സിന് ബില്ല് കൊടുക്കുമ്പോൾ GST കാണിക്കണം. കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ആ GST നമ്മൾ കളക്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? അത് നമ്മൾ റിട്ടേൺസ് ആയിട്ട് ഫയൽ ചെയ്യണം. GST ഫയലിംഗ് റിട്ടേൺസ് ഉണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊക്കെ പഠിക്കാൻ കഴിയാവുന്നതാണ്. നോർമലി വലിയ സംരംഭങ്ങളൊക്കെ ആകുമ്പോൾ GST പ്രാക്ടീഷണേഴ്സിനെ ഏൽപ്പിക്കാറാണ് പതിവ്. പക്ഷേ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയാവുന്നതാണ്. വളരെ സിമ്പിൾ മെത്തേഡിലൂടെ പഠിച്ചെടുക്കാം. GST ഫയൽ റിട്ടേൺ, അങ്ങനെ റിട്ടേൺ സമർപ്പിക്കുക. GST ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ചെയ്ത സെയിൽസിനനുസരിച്ച് GST പേ ചെയ്യുക എന്നുള്ളതാണ് GST രജിസ്ട്രേഡ് എന്റർപ്രൈസസ് ചെയ്യേണ്ട കാര്യം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഫോറിൻ സെയിൽസ് ആണ്. അതായത് GST അപ്ലിക്കബിൾ ആവുന്ന മൈക്രോ എന്റർപ്രണേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് GST അപ്ലിക്കബിൾ ആവുന്നത് എക്സ്പോർട്ട് അല്ലെങ്കിൽ ഫോറിൻ സെയിൽ ചെയ്യും. നിങ്ങളൊരു പ്രൊഡക്റ്റ്, നിങ്ങളെ മൈക്രോ സംരംഭമൊക്കെയാണ്, നിങ്ങൾ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഫോറിൻ കൺട്രിയിലേക്ക് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു കോച്ചിങ് കൊടുക്കുന്നു, ആ
ആ കോച്ചിങ് കൊടുക്കുന്നത് നിങ്ങൾ ഫോറിൻ കൺട്രിയിലുള്ള ഒരാൾക്കാണ് കൊടുക്കുന്നത്, അവിടെ റിസൈഡ് ചെയ്യുന്ന താമസിക്കുന്ന ഒരാൾക്കാണ് കൊടുക്കുന്നത്. അദ്ദേഹം ആ ഫോറിൻ കൺട്രിയിൽ നിന്ന് നിങ്ങൾക്ക് പണം ബില്ല് ചെയ്ത് തരികയാണ്, പേയ്മെൻറ്റ് തരികയാണ്. ഇപ്പം നിങ്ങളൊരു സർവീസ് ദുബായിലോ അതേതെങ്കിലും GCC കൺട്രിയിലോ ഉള്ള ഒരാൾ അവിടെ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ പേയ്മെൻറ്റ് അയച്ചു തരികയാണെങ്കിൽ അതൊരു ഫോറിൻ സെയിൽസാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഒരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്ത് അങ്ങോട്ട് അയച്ച് അത് വിൽക്കുകയാണെങ്കിൽ അത് എക്സ്പോർട്ടാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് 20 ലക്ഷം എന്ന് പറയുന്ന ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെ 10 ലക്ഷം എന്ന് പറയുന്ന ത്രെഷോൾഡ് ലിമിറ്റിൻ്റെ താഴെയാണെങ്കിൽ പോലും നിങ്ങൾ GST അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താ, ഈ GST അടയ്ക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ 2 GSTയും 0%. അതാണ് അതിൻ്റെ പ്രത്യേകത. എക്സ്പോർട്ടിൻ്റെയും ഫോറിൻ സെയിൽസിൻ്റെയും GST 0% ആണ്. പക്ഷേ 0% ആണെങ്കിലും GST നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം. അവിടെയാണ് ഇവിടെ പ്രധാനം. നിങ്ങൾ പണം കൊടുക്കേണ്ടി വരില്ല, പക്ഷേ റിട്ടേൺ ഫയൽ ചെയ്യണം. ഡോക്യുമെന്റേഷൻ GST ഫയൽ റിട്ടേണുകൾ നമ്മൾ ഫയൽ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നോക്കാൻ പറ്റുന്നത് കോൺസിക്വൻസസ് ആണ്. എന്താണ് കോൺസിക്വൻസസ്? GST അടച്ചില്ലെങ്കിൽ ഉള്ള കോൺസിക്വൻസസ് എന്താണ്? പ്രധാനമായും ഞാൻ പറഞ്ഞു GST എങ്ങനെയാണ് ബാധകമാവുക, ത്രെഷോൾഡ് ലിമിറ്റ് പറഞ്ഞു, രജിസ്റ്റേർഡ് എന്റർപ്രൈസസ് ആയ GST രജിസ്റ്റേർഡ് എന്റർപ്രൈസസ് എങ്ങനെയാണ് GST കളക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ഫയൽ ചെയ്യാണ് ടെക്സ്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെ GST ചെയ്യാണ് പേയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു. എക്സ്പോർട്ട് അല്ലെങ്കിൽ ഫോറിൻ സെയിൽസ് നടത്തുകയാണെങ്കിൽ GST അപ്ലിക്കബിൾ ആണ്, പക്ഷേ നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം അത് GST 0% ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരില്ല, പക്ഷേ റിട്ടേൺ സമർപ്പിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഇനി കോൺസിക്വൻസസ്, നമ്മൾ ഇങ്ങനെയുള്ള GST ബാധകമായിട്ടുള്ള ഒരു മൈക്രോ സംരംഭമാണ്, നമുക്ക് കൃത്യമായ GST പേയ്മെന്റ് ചെയ്തില്ല അല്ലെ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ കോൺസിക്വൻസസ് എന്താണ്? കോൺസിക്വൻസസ് പ്രധാനമായും പെനാൽറ്റിയാണ്. അത് പലപ്പോഴും പെർസെൻറ്റേജ് ആയിട്ടാണ് പറയുക. അതായത് നിങ്ങളുടെ ടോട്ടൽ ടേൺ ഓവർ അല്ലെങ്കിൽ ഇൻകം ഇത്ര ഉണ്ടാക്കിയത് അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എന്ന് പറയും. അപ്പം നമ്മൾ ഒരു പക്ഷേ ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 9 ലക്ഷം സർവീസ് ഏരിയയാണ്, ഒരു 9 ലക്ഷം ഉണ്ടാക്കി, 9 ലക്ഷമാണ് നമ്മളുടെ ഒരു വർഷത്തെ ടേൺ ഓവർ. പക്ഷെ നമുക്ക് കുറച്ചെന്ത് ചെയ്തിട്ടുണ്ട്, ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ UAE അതുപോലെയുള്ള ഒരു ഫോറിൻ കൺട്രിയിൽ നിന്ന് നമുക്ക് പണം വന്നിട്ടുണ്ട്. 0%. റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രം മതി, പേയ്മെന്റ് കൊടുക്കണ്ട. പക്ഷേ നമ്മളത് ചെയ്തില്ലെങ്കിൽ ഈ 9 ലക്ഷത്തിൻ്റെ പെർസെൻറ്റേജ് വൈസിൽ ഒരു പക്ഷേ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ വന്നിട്ടുള്ള എമൗണ്ടിൻ്റെ പെർസെൻറ്റേജ് വൈസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പണം പേയ്മെന്റ് പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട്. അപ്പോൾ അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അവരുടെ ഡിസ്ക്രിഷണറി പവറാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അത്തരം ഒരു പെനാൽറ്റിയിലേക്ക് പോകാതിരിക്കാൻ GST കുറിച്ചുള്ള ഈ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെങ്കിലും നിങ്ങൾ മനസ്സിൽ ഓർത്ത് വയ്ക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് വരിക വെച്ചാൽ യൂഷ്വലി 80% പെർ ആനമാണ് ഇൻട്രസ്റ്റ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. പ്രോസിക്യൂഷൻസ് ഉണ്ടാവാം, അതായത് കേസ് പോലെയുള്ള മറ്റ് പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു കാര്യമുണ്ട്. മറ്റൊരു കാര്യം എന്താ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ലോസ് ഉണ്ടാവും. നമ്മൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിട്ടേൺ സമർപ്പിക്കുന്നവർക്ക് അറിയാം, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട്, അത് നമുക്ക് നഷ്ടമാവുന്നതാണ്. മറ്റൊരു കാര്യം എന്താ, ബിസിനസ് ഒരു പക്ഷേ ഡിസ്ട്രപ്ഷൻ വരും. ഇൻകം ടാക്സ് റെയ്ഡൊക്കെ വന്നു അല്ലെങ്കിൽ ഒരു നോട്ടീസൊക്കെ വന്നു, തൽക്കാലം നമുക്ക് ബിസിനസ് കുറച്ച് അടച്ചിടേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് നന്നായിട്ട് നമ്മുടെ സർവീസസോ പ്രൊഡക്റ്റോ പോയിക്കൊണ്ടിരുന്നതാണ്, അത് ബാനാവും. അങ്ങനെയുള്ള ഒത്തിരി കാര്യമുണ്ട്. അതുപോലെ നമ്മുടെ റെപ്യൂട്ടേഷനെ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ നമ്മുടെ ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷനെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ GST സംബന്ധിച്ച് മൈക്രോ എന്റർപ്രണേഴ്സിന് GST ബാധകമല്ല എന്നുള്ളത് തെറ്റായ കാഴ്ചപ്പാടാണ്. ബാധകമാണ്, പക്ഷെ അവിടെ ത്രെഷോൾഡ് ലിമിറ്റ് ഉണ്ട്. ഗുഡ്സിന് 20 ലക്ഷവും സർവീസിന് 10 ലാഖുമാണ് പറയാനും. പക്ഷേ ഫോറിൻ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ GST റിട്ടേൺ ഫയൽ ചെയ്യണം. കാരണം GST പേ ചെയ്യേണ്ടി വരില്ല, അത് 0% ആയതുകൊണ്ട് നിലവിൽ, പക്ഷേ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് GSTയിൽ നോളജ് ഉള്ള, GSTയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന ഒരു എന്റർപ്രണർ ആയിക്കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് നടത്തുക. അനാവശ്യമായ പെനാൽറ്റികളോ ബുദ്ധിമുട്ടുകളോ വരുത്തി വെക്കാതിരിക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. GST നിങ്ങളുടെ ഇതേപോലെ പ്രവർത്തിക്കുന്ന മറ്റ് സംരംഭകർ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സഹായകരമാവും എന്നുള്ളതിലേക്ക് അവർക്ക് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇവിടെ കിട്ടിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായി നോളജ് കിട്ടേണ്ടതുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നിങ്ങൾ കമൻ്റായി അറിയിക്കുക. ഓരോ കമൻറ്റും ഞാൻ
കൃത്യമായി വായിക്കുകയും അതിന് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പുതിയ കണ്ടന്റുകൾ ഈ ചാനലിനകത്ത് പുതുതായി എത്തും. ഒരിക്കൽ കൂടി നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ വൈൻഡിങ് ചെയ്യുന്നു. ദിസ് ഈസ് സുഭാഷ് മാട്രോൾ, റൈറ്റ് ക്ലിക്ക് ഇൻസൈറ്റ്സ് ആൻഡ് സൊല്യൂഷൻസ്.